ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ രാജ്യത്തും അയൽ രാജ്യങ്ങളിലും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്നും സ്ഥാനഭ്രഷ്ടയായതിനു ശേഷം അവർ ഇന്ത്യയിലാണ് അഭയം പ്രാപിച്ചത്. അതിനുശേഷം ബംഗ്ലാദേശിൽ വലിയ രീതിയിൽ പാകിസ്ഥാൻ നുഴഞ്ഞു കയറുന്നു എന്ന് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. 53 വർഷങ്ങൾക്ക് ശേഷം ബംഗ്ലാദേശിലേക്ക് പാകിസ്ഥാനി പട്ടാളക്കാർ എത്തുന്നു. അവർ ഈ വരുന്ന ഫെബ്രുവരിയിലേക്ക് അങ്ങോട്ടേക്ക് കടക്കും. അതിനുശേഷം ഒരു വർഷം അവിടെ കാണും. അതിനിടയിൽ ചൈന സൂയിസൈഡ് ഡ്രോണുകൾ അവർക്ക് കൊടുക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ISI ചാരന്മാർ അവിടെ റോഹിംഗ്യൻ തീവ്രവാദികളുടെ ഒരു വിങ് രൂപീകരിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പോഴാണ് ഈ പാകിസ്ഥാൻ ഇന്ത്യയെ കിഴക്കൻ ബംഗ്ലാദേശിൽ നിന്ന് പിടിക്കാൻ ഒരു ശ്രമം നടത്തുമ്പോഴാണ് പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള ആഭ്യന്തര യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു. ആഭ്യന്തര യുദ്ധം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കി, പാകിസ്ഥാന് യാതൊരുവിധ രീതിയിലും ഇല്ലാത്ത പ്രതിസന്ധിയാണ് ഇപ്പോ, തരണം ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. താലിബാനാണ് രംഗത്തെത്തിയിരിക്കുന്നത്. താലിബാൻ ഒരു ഭാഗത്തു നിന്നും പാകിസ്ഥാനിലേക്ക് ഇരച്ചു കയറുമ്പോൾ സൈനികർ കൂട്ടത്തോടെ മരിച്ചു വീഴുകയാണ്. രണ്ടാമത്തെ കാര്യം, ബലൂച്ച് സേന അപ്പുറത്തു നിന്നും ഇന്നലെ 10-15 സൈനികരെ കൊന്നു തള്ളിയിട്ടുണ്ട് പാകിസ്ഥാനിലെ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ താലിബാനെ തകർക്കാനായി തജിക്കിസ്ഥാന്റെ സഹായം തേടിയിട്ടുണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ. അതായത് പാകിസ്ഥാൻ പൂർണ്ണമായും അതിഭീകരമായിട്ടുള്ള കലാപകലുഷിതമായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ ഒരു ആഭ്യന്തര കലാപം അതിനകത്ത് PTI, നമ്മുടെ ഇമ്രാൻഖാന്റെ പാർട്ടി അവിടെ ഒരു ആഭ്യന്തര കലാപം തുടങ്ങാൻ പോകുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. അതിനിടയിൽ ഏറ്റവും വലിയ റിപ്പോർട്ട് POK, പാക് അധീന കശ്മീരിൽ അവിടെ ഒരു ആഭ്യന്തര യുദ്ധം നടക്കുന്നു എന്ന് പറഞ്ഞു വരുന്നു. അതായത് പാകിസ്ഥാൻ പൂർണ്ണമായും ശിഥിലമായി പോവുകയാണെന്നാണ് നമുക്ക് കാണാൻ തന്നെ സാധിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ഇന്ത്യ അല്ലല്ലോ, എന്താ തോന്നുന്നത്? അല്ല, നമ്മുടെ ഈ ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നമ്മുടെ ലോകം കാത്തിരുന്ന, അല്ലെങ്കിൽ ലോകം പിന്നെ കണ്ടത് ശീതയുദ്ധകാലമായി. അമേരിക്കയുടെയും റഷ്യയുടെയും ചിറകിനടിയിലേക്ക് കുറെ രാജ്യങ്ങൾ പോവുകയും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയും സ്വന്തമായിട്ട് നിർമ്മിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം. പിന്നീട് വന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശത്രുവിനെ തോൽപ്പിക്കാനായിട്ട് ശത്രുവുള്ള രാജ്യത്ത് തന്നെയുള്ള ഗ്രൂപ്പുകളെ ഉണ്ടാക്കിയെടുക്കുക, അവരെ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുക എന്നുള്ളത്. ഇത് ആദ്യമായിട്ട് ഈ ലോകത്ത് അവതരിപ്പിച്ചത് അമേരിക്കയാണ്. റഷ്യയെ തുരത്താൻ വേണ്ടി അഫ്ഗാനിസ്ഥാനിൽ അവർ താലിബാൻ രൂപം നൽകി. അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസിൽ പിടിമുറുക്കാൻ അവര് ഒസാമ ബിൻ ലാദനെ രൂപം കൊടുത്തു. അങ്ങനെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലും ഇവർ തന്നെയാണ് ഇതിൽ തുടക്കം കുറിക്കുന്നത്. ഇത് മറ്റൊരു മെത്തേഡാണ്. കാരണം ലോകമുണ്ടായ കാലം മുതൽ തന്നെ യുദ്ധങ്ങളുണ്ട്, പിടിച്ചെടുക്കലുകളുണ്ട്, ആക്രമണങ്ങളുണ്ട്. ഇതെല്ലാം ഓരോരോ പുതിയ പുതിയ ഫോർമുലകളാണ് പലരും ഉപയോഗിച്ചിരുന്നത്. അതെല്ലാം കഴിഞ്ഞ് വന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നാം കാണുന്ന ഒരു കാഴ്ച പ്രോക്സി വാറുകളാണ്, നിഴൽ യുദ്ധങ്ങളാണ് നടത്തുന്നത്. അതായത് ശത്രുവിനെ നേരിട്ട് അറ്റാക്ക് ചെയ്യാതെ നമ്മുടെ ഒരു നിഴലിനെ ഉപയോഗിച്ച് നാം ആ നിഴലിനോട് യുദ്ധം ചെയ്യുന്ന രീതിയാണ് നിഴൽ യുദ്ധം എന്ന് പറയുന്ന ഒരു രീതി. ആ രീതിയാണ് ഇപ്പൊ ലോകം എമ്പാടും കണ്ടുവരുന്നത്. അങ്ങനെയുള്ള നിഴൽ ഗ്രൂപ്പുകൾ അനവധിയുണ്ട് ഈ ലോകത്ത്. ഇറാന് അനവധി നിഴൽ ഗ്രൂപ്പുകളുണ്ട്. ഈ ഹൂത്തി വിമതന്മാരായാലും ഹിസ്ബുള്ള ആയാലും അങ്ങനെയുള്ള സംഘടനകളൊക്കെ അവരുടേതായ ഈ നിഴൽ ഗ്രൂപ്പുകളാണ്. എന്നാൽ ഒരു സ്ഥലത്ത് തന്നെ ഒന്നിലധികം നിഴൽ ഗ്രൂപ്പുകളെ വെക്കുന്ന രീതിയുമുണ്ട്. അപ്പൊ സിറിയയിലൊക്കെ ഭരിക്കുന്നവരും ഒപ്പം തന്നെ പോയവരുമൊക്കെ അമേരിക്ക പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകൾ തന്നെയായിരുന്നു. അങ്ങനെ മാറിയും തിരിഞ്ഞും ഉള്ള ഗ്രൂപ്പുകളുടെ ഒരു കാര്യങ്ങൾ വേണം. ഇത്തരത്തിലാണ് ഇന്ത്യ പ്രോക്സി ഗ്രൂപ്പുകളെ നയിക്കുന്നു എന്നൊരു വാർത്ത വരാൻ തുടങ്ങുന്നത് 2021 കൂടിയാണ്. 2021 ഈ പാകിസ്ഥാനിൽ കടന്നു കയറിയ അജ്ഞാതർ ഈ ഭീകരന്മാരെ കൊന്നു തുടങ്ങുന്നത് 2021. അപ്പൊ അന്നു മുതലാണ് ഇന്ത്യയും പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ശത്രുക്കൾക്ക് അല്ലെങ്കിൽ ശത്രു രാജ്യങ്ങൾക്ക് പണി കൊടുക്കാൻ തുടങ്ങിയെന്ന് വലിയ രീതിയിലുള്ള പ്രചരണം ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്ന് മറ്റു രാജ്യങ്ങൾ ചെയ്യുന്നു, ഇപ്പൊ അമേരിക്കയൊക്കെ ചെയ്യുന്ന പോലെ അവർക്കെതിരെ എന്തെങ്കിലും ഒരു നീക്കം നടന്നു കഴിഞ്ഞാൽ അവർ സാധാരണഗതിയിൽ പ്രതികരിക്കാറില്ല. പകരം കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്കെതിരെ തിരിഞ്ഞ ആ രാജ്യത്തിന് എതിരെ എന്തെങ്കിലും ഒരു സംഭവം ആ രാജ്യത്ത് തന്നെ നടക്കുക. ഇതാണ് ഈ നിഴൽയുദ്ധം കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിഴൽയുദ്ധത്തിന് ഈ ഒരു പെർമനന്റ് സൈന്യത്തെ നിലനിർത്തേണ്ട ആവശ്യമില്ല. പകരം അവരുടെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യവുമില്ല. ഇത് തന്നെയാണ് ഈ നിഴൽയുദ്ധത്തിന് രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കൊട്ടേഷൻ ചെയ്യുമെന്ന് വേണമെങ്കിൽ പറയാം. കൊടുക്കുന്ന പൈസയ്ക്ക് കൃത്യമായി പണിയെടുക്കുന്നു, തിരിച്ചു വരുന്നു. ഇത് തന്നെയാണ്. പക്ഷെ നമ്മളുടെ രാജ്യം കുറച്ചുകൂടി കടന്ന് ഇവർക്ക് ആയുധങ്ങളും മറ്റും എത്തിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ വലിയ ഒരു ആരോപണം. പക്ഷെ ഇതിനകത്ത് യാഥാർത്ഥ്യമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അഫ്ഗാനിസ്ഥാന് മരുന്നും ഭക്ഷണവും കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. പക്ഷെ താലിബാൻ ഭരണകൂടത്തെ നമ്മൾ അംഗീകരിച്ചിട്ടില്ല.
മറു സൈഡിൽ ബംഗ്ലാദേശിനും നമ്മൾ ഇത് തന്നെ നൽകുന്നുണ്ട്. ഒപ്പം അരക്കൻ ആർമിക്കും നമ്മൾ ഭക്ഷണവും മരുന്നും നൽകുന്നുണ്ട്. റഷ്യയിലേക്കും നമ്മൾ മരുന്നും ഭക്ഷണവും അയക്കുന്നുണ്ട്. അപ്പോഴാണ് അമേരിക്ക പറഞ്ഞത്, ഇതിന്റെ മറവിൽ നിങ്ങൾ ചെയ്യുന്നത് ചിപ്പുകൾ, ഉക്രൈനെതിരെ ഉപയോഗിക്കാവുന്ന ആയുധങ്ങൾക്കുള്ള ചിപ്പുകളാണ് ഇന്ത്യ റഷ്യക്ക് കയറ്റി വിടുന്നതെന്ന്. പ്രത്യക്ഷത്തിൽ നാം ഇവരെ ആയുധപരമായിട്ടോ മറ്റു രീതിയിലോ സഹായിക്കുന്നില്ല. പക്ഷെ ഇവർക്ക് വേണ്ടതെല്ലാം നമ്മൾ കൊടുക്കുന്നു. അതായത് ചെല്ലും ചെലവും നമ്മൾ കൊടുക്കുന്നു, നമ്മുടെ ഇഷ്ടത്തിന് ഇവരെ മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നമുക്ക് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അടക്കം നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പാകിസ്ഥാന്റെ ഒരു ഭാഗത്ത് ഇപ്പോൾ നടക്കുന്നത് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എക്കാലവും ഇന്ത്യ പിന്തുണയ്ക്കുന്ന ഇന്ത്യയാണ് അവരുടെ പിന്തുണക്കാർ എന്ന് പറയാറുണ്ട്. ഇന്ത്യയിലെ ചില സംഘടനകൾ തന്നെ പരസ്യമായി തന്നെ പറയാറുണ്ട്. ചില പറയാറുണ്ട്, ഞങ്ങൾ ബലൂചിസ്ഥാനികൾക്കൊപ്പമാണ്, അവർക്ക് സ്വാതന്ത്ര്യം വേണം. വളരെ കൗതുകകരമായ കാര്യം, പാകിസ്ഥാനിലെ ഏത് ആക്രമണം നടന്നാലും അതിനെ ഭീകരാക്രമണം എന്നാണ് പറയുന്നത്. പക്ഷേ ഈ വലതുപക്ഷ മാധ്യമങ്ങളിൽ ബലൂചിസ്ഥാനികളുടെ ആക്രമണത്തെ പോരാളികൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. പോരാളികൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ അവരുടെ ഒരു ആക്രമണം അവിടെ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ സിന്ധു പ്രവിശ്യയിലും പഞ്ചാബിന്റെ പ്രവിശ്യയിലും ഒക്കെ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ താലിബാൻ എന്താണ്, പാകിസ്ഥാന്റെ ഒരു അതിർത്തി കടന്ന് അവർ ഇപ്പുറത്തേക്ക് എത്തിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു യുദ്ധം നടക്കുന്നു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഈ പട്ടാളക്കാർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ, അതിൽ പട്ടാളക്കാർ കൊല്ലപ്പെടുമ്പോൾ അതിന്റെ 5ഉം 10ഉം ഇരട്ടി സൈനികരാണ് പാകിസ്ഥാനിൽ കൊല്ലപ്പെടുന്നത്. നമ്മൾ ആ വാർത്തകൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഒരു ഭീകരാക്രമണത്തിൽ ഒരു ജവാൻ കൊല്ലപ്പെട്ടാൽ 24 മണിക്കൂർ തികയുന്ന മുമ്പ് തന്നെ ഈ ബലൂചിസ്ഥാനിലോ അല്ലെങ്കിൽ ഖൈബർ മേഖലയിലോ അല്ലെങ്കിൽ പഞ്ചാബ് പ്രവിശ്യയിലോ ഒക്കെ ഒരു 10 പാക് സൈന്യം കൊല്ലപ്പെടുകയാണ്. അത് അവരുടെ രാജ്യത്തിനുള്ള ഭീകരന്മാരാൽ കൊല്ലപ്പെടുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ രാജ്യത്തുള്ള പോരാളികളാൽ കൊല്ലപ്പെടുന്നവരാണ്. അപ്പൊ ഇതൊരു നിഴൽയുദ്ധമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ്. ഇന്നലെ വാഷിംഗ്ടൺ പോസ്റ്റിൽ ഒരു വലിയ ലേഖനം വന്നിരുന്നു. അവരതിൽ പറയുന്ന ഒരു കാര്യം, ഇന്ത്യ റോ മുന്നിട്ടിറങ്ങിക്കൊണ്ട് അവരൊരു ലിസ്റ്റ് ചെയ്തിരിക്കുന്നു, 58 പേരുടെ ലിസ്റ്റ് ഇട്ടിരിക്കുന്നു. ആ 58 പേരിൽ 11 പേരെ കൊലപ്പെടുത്തിയിരിക്കുന്നു. അതായത് വേറൊരു രാജ്യത്ത് കടന്നു ചെന്ന് അതിന് തലക്കെട്ട് അവർ കൊടുത്തിരിക്കുന്നത് നമ്മുടെ വീടുകളിലേക്ക് അവർ നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്നാണ് അവർ തലക്കെട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊല്ലുന്ന ഒരു രീതി ബംഗ്ലാദേശ് നമുക്കെതിരെ വലിയ രീതിയിൽ ഇന്ത്യ പിടിച്ചെടുക്കും എന്ന് വരെ ഒരു ഘട്ടത്തിൽ ബംഗ്ലാദേശിലെ ചില ലീഡേഴ്സ് പറയുകയുണ്ടായി. പശ്ചിമ ബംഗാളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളൊരു വലിയ രാജ്യമാവും, മഹാ ബംഗ്ലാദേശ് എന്ന് പറയുന്ന അവരുടെ ഒരു കോൺസെപ്റ്റ് ആണത്, അതിലേക്ക് എത്തുമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് അരക്കൻ ആർമിയുടെ ഒരു വലിയ തരത്തിലുള്ള മുന്നേറ്റമാണ്. ബംഗ്ലാദേശിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നു. അതിനുശേഷം ഇന്നലെ നടന്ന ഒരു വലിയ ഡെവലപ്മെന്റ്, ഈ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുണ്ട്. അവര് യോഗം കൂടി ഒരു തീരുമാനമെടുക്കുന്നു. അവർ പറയുന്നു, ഞങ്ങൾ ഇന്ത്യയോടൊപ്പം നിൽക്കും, ഈ മണ്ണിൽ, അതായത് ബംഗ്ലാദേശിന്റെ മണ്ണിൽ ഇന്ത്യ വിരുദ്ധതയ്ക്ക് സ്ഥാനമില്ല, അങ്ങനെയുള്ളവരെ ഞങ്ങൾ പുറത്താക്കും. ഞങ്ങൾക്കിപ്പോൾ അടിയന്തരമായി വേണ്ടത് യുഎൻഎസ് രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടേ മതിയാകൂ. അതായത് തെരഞ്ഞെടുപ്പിന് ഉടൻ തന്നെ ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് വേണം എന്ന് അവർ മുൻപോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളും പിന്തുണയ്ക്കുന്നുണ്ട്. കാരണം നിലവിലൊരു സർക്കാരില്ലാത്ത രാജ്യമാണ് ബംഗ്ലാദേശ്. അപ്പൊ അവിടെ ഒരു ഭരണകൂടം നിലവിൽ വേണം. അങ്ങനെ ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഫണ്ടുകൾ, അതായത് ലോകാരോഗ്യ സംഘടനയുടെ ഫണ്ടായാലും അതല്ലാത്ത ഫണ്ടായാലും ഒക്കെ ലഭിക്കണമെങ്കിൽ അവർക്കൊരു ഭരണകൂടം ഉണ്ടായേ തീരും. അപ്പം അങ്ങനെ ഒരു ഭരണകൂടം ഉണ്ടാകണം എന്ന് അവർ ഓൾറെഡി എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇവിടേക്കാണ് ഇതുവരെ ഈ മോദി സർക്കാർ കയറിയതിനു ശേഷം ഇതുവരെ യാതൊരു ബന്ധവും പുലർത്താതിരുന്ന ഒരു പാർട്ടിയാണ് BNP. ഈ BNPയുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉണ്ടായിരുന്നത് മൻമോഹൻ സിംഗിന്റെ കാലത്താണ്. മൻമോഹൻ സിംഗ് ആണ് ഈ BNPയുടെ ആള് എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. നമ്മള് പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ അവാമി ലീഗിനെ പിടിച്ചുകൊണ്ട് ഷേഖ് ഹസീനെ കൂടെ നിർത്തിക്കൊണ്ട് ഈ അവാമി ലീഗിന്റെ ഒരു മൂവ്മെന്റിലാണ് നമ്മൾ ബംഗ്ലാദേശിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് കാലം തെളിയിക്കേണ്ടതാണ്. പക്ഷെ ഈ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ഒരു കാലത്ത് നമുക്ക് എതിരായിരുന്നു എന്നുള്ളതാണ് വളരെ വിചിത്രമായ കാര്യം. അവരെതിരാകാനുള്ള കാരണം മറ്റൊന്നും ആയിരുന്നില്ല. നമ്മൾ ഈ ഷേഖ് ഹസീനെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്നതും അവാമി ലീഗിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും ഒക്കെയാണ് അവരെ ചൊടിപ്പിച്ച കാര്യം. മൻമോഹൻ സിംഗ് ഇരിക്കുന്ന കാലത്ത് നേരെ തിരിച്ചുമായിരുന്നു സംഭവം നടന്നിരുന്നത്. എന്തായാലും ഇപ്പൊ വീണ്ടും BNP, കാരണം ഇപ്പൊ നിലവിൽ അവാമി ലീഗിന് ബംഗ്ലാദേശിൽ അവർക്കൊന്ന് പച്ചപിടിച്ച് വരാൻ, ഇല്ലെങ്കിൽ അവർക്കൊന്ന് റിയാക്ട് ചെയ്യാനുള്ള ഒരു ടൈം ആയിട്ടില്ല. ആ ഒരു ഗ്യാപ്പിലേക്ക് BNP ഇപ്പൊ ശക്തമായിട്ട് വരുന്നുണ്ട്. അവർ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ആവശ്യം യുഎൻഎസ് രാജിവെച്ചു തെരഞ്ഞെടുപ്പിന് പോകാന്നുള്ളത്. അതായത് ബംഗ്ലാദേശിലെ എല്ലാ അക്ഷരാർത്ഥത്തിലും വരിഞ്ഞു മുറുക്കി നമുക്കെതിരെ ഭീഷണി ആകുമായിരുന്ന അനവധി പ്രസ്താവനകളും കാര്യങ്ങളും ഒരിടയ്ക്ക് എന്തിനും നമ്മുടെ നാട്ടിലുള്ള ബംഗ്ലാദേശ് അനുകൂലികൾ പോലും പറഞ്ഞത്, അയ്യോ അവർ ഭയങ്കര പ്രശ്നകാരികൾ, അവർ വന്ന് എന്ത് സംഭവിക്കും, ഒന്നും അല്ല എന്നുള്ള രീതിയിലേക്ക് അവരെ മാറ്റിമറിക്കാൻ കഴിഞ്ഞു. കാരണം അവരുടെ സ്വന്തം രാജ്യത്തിന്റെ ഒരു ഭാഗം പോയിട്ട് ആരും ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറാകുന്നു. ഒരു ലോകരാജ്യങ്ങളും അതിനെ എതിർക്കുന്നില്ല, വിമർശിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അതൊരു വഴിക്ക് വിക്കൊണ്ടേയിരിക്കുന്നു. ഇതിനിടയിലാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടി ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ നിഴൽ യുദ്ധം എന്ന് തന്നെ പറയേണ്ടി വരും.
ഇതേ നെടുയുദ്ധത്തിന്റെ മറ്റു മുഖമാണ് നമ്മൾ ശ്രീലങ്കയിൽ കാണുന്നത്. ശ്രീലങ്കൻ പ്രസിഡന്റ്, പുതിയ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആദ്യമായി എത്തിയത് എവിടെയാണ്? ഇന്ത്യയിലാണ്. അവിടെ നമ്മൾ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ അവിടുത്തെ ഏതാണ്ട് തുറമുഖം അടക്കമുള്ള കാര്യങ്ങൾ നാം വലിയ രീതിയിൽ ഫണ്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കാരണം അവരെത്തുന്നതിന് ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഒന്നും പിടിച്ചെടുക്കില്ല, അവരെ സഹായിക്കും എന്നുള്ളത് തന്നെയാണ്. മാലിയിൽ നടന്ന ഒരു അട്ടിമറി ശ്രമത്തിന്റെ വാർത്ത കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കണ്ടത്. അവിടെ ഇന്ത്യ റോ ഇടപെട്ടുകൊണ്ട് അവരുടെ ഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നൊരു വാർത്ത. അപ്പൊ അങ്ങനെ ചുറ്റോട് ചുറ്റും ഇന്ത്യയുടെ ഒരു പ്രോക്സി വാർ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ കാണുന്ന കാഴ്ചകളൊക്കെ ശരിയാണെങ്കിൽ അങ്ങനെ വേണം നമുക്ക് ചിന്തിക്കാനായിട്ട്. കാരണം മാലിയിലെ ഭരണം ഉടനടി അട്ടിമറിക്കേണ്ടത് വേറെ ഒരു രാജ്യത്തിന്റെയും ആവശ്യമില്ല. ശ്രീലങ്കയെ കൈപ്പിടിയിൽ നിർത്തേണ്ടത് ചൈന അല്ലെങ്കിൽ ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് ആവശ്യമാണ്. ബംഗ്ലാദേശിനെ അടക്കി നിർത്തേണ്ടത് ഇന്ത്യയുടെ മാത്രം ആവശ്യമാണ്. പാകിസ്ഥാനെ നിലക്ക് നിർത്തേണ്ടത് ഇന്ത്യയുടെ മാത്രം ആവശ്യമാണ്. ഇവിടെയാണ് ഈ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അഫ്ഗാനിലെ താലിബാൻ ഭരണത്തിലേറിയതിനു ശേഷം നമ്മൾ താലിബാനെ ഇപ്പോഴും അംഗീകരിക്കുന്നൊന്നുമില്ല. പക്ഷെ ഈ അടുത്ത കാലത്ത് താലിബാന്റെ ഒരു കോൺസുലേറ്റ്, താലിബാന്റെ എന്ന് പറയാൻ കഴിയില്ല, അഫ്ഗാൻ കോൺസുലേറ്റിൽ ഒരു താലിബാൻ ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ നമ്മൾ തയ്യാറായി. ഒപ്പം തന്നെ ബാക്ക്ഡോർ സംഭാഷണം മിക്കവാറും 3-4 മാസം കൂടുമ്പോൾ നടക്കാറുണ്ട്. ഇവിടുന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥന്മാർ അഫ്ഗാനിലെത്താറുണ്ട്, അവരുമായി ചർച്ച നടത്താറുണ്ട്. അത് പ്രത്യക്ഷത്തിൽ നമ്മൾ അവരുമായി യാതൊരുവിധ കണക്ഷനുമില്ല, എന്നാൽ ബാക്ക്ഡോർ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട്. ഇറാനുമായി നമ്മൾ നല്ല ബന്ധത്തിലാണ്, റഷ്യയുമായി നല്ല ബന്ധത്തിലാണ്, താജിക്കിസ്ഥാനുമായും നല്ല ബന്ധത്തിലാണ്, ചൈനയുമായി നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്നു. ഇവിടെയാണ് ഈ ബംഗ്ലാദേശിലും പാകിസ്ഥാനെ പോലുള്ളവരെ വരച്ച് വരയിൽ നിർത്താൻ പ്രോക്സികളെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം കാണുന്ന കാഴ്ചകൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ വിരൽ ചൂണ്ടാൻ പറ്റും. കാരണം ഇപ്പോൾ പാകിസ്ഥാനിൽ കയറി താലിബാനികൾ കിടന്ന് അർമാദിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ ആക്രമിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം പകരുന്ന രാജ്യം ഇന്ത്യ തന്നെയാണ്. അല്ലാതെ പാകിസ്ഥാനികൾക്ക് സ്വയം സന്തോഷിക്കാൻ കഴിയില്ല. ബംഗ്ലാദേശിന്റെ ഒരു ഭാഗം അരക്കൻ ആർമി പിടിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ പുതിയൊരു പ്രക്ഷോഭത്തിന് BNP തുടക്കമിടുമ്പോൾ സന്തോഷിക്കുന്നവരാരാണ്? നമ്മളാണ്. ഇതെന്തായാലും ഇതെല്ലാം കണ്ടറിഞ്ഞ് ദൈവം കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം വരില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കും. ദൈവമായിട്ടൊന്നും നടത്തില്ല. ഇതിന്റെ പിന്നിൽ ഒരു ചാലക ശക്തി ഉണ്ടാകാം. അതിനെയാണ് ഈ പ്രോക്സികൾ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രോക്സികളാകാം, ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ ഈ താലിബാനെ കുറിച്ച് സംസാരിക്കുമ്പോൾ താലിബാൻ ഇന്ത്യ ഫണ്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുമ്പോൾ പല ഭാഗത്തുനിന്നും ഉയരാറുള്ള ഒരു വിമർശനമാണ്, അതൊരു ഭീകര സംഘടനയാണ്, ഇന്ത്യക്ക് എങ്ങനെയാണ് ഒരു ഭീകര സംഘടനയുമായി ഒത്തുപോകാനായിട്ട് സാധിക്കുക എന്നുള്ള ചോദ്യം. ഇപ്പൊ അരക്കൻ ആർമിയുടെ കാര്യം എടുത്താലും അവരൊരു വിമത സേനയാണ്, എങ്ങനെയാണ് ഇന്ത്യക്ക് ഒരു വിമത സേനയുമായി ഒത്തുപോകാൻ കഴിയുക? നമ്മുടെ രാജ്യം അങ്ങനെയല്ലല്ലോ, നമ്മുടെ രാജ്യത്തിന്റെ മൂല്യങ്ങൾ അങ്ങനെയല്ല, നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും രംഗത്തെത്തുന്നുണ്ട്. അതിലൊക്കെ എന്തെങ്കിലും ഒരു ലോജിക്ക്? അല്ല, അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അവർ രംഗത്തെത്തുന്നതിനകത്ത് കൃത്യമായ മറുപടി നമുക്കുണ്ട്. കാരണം നമ്മുടെ ഭാരതത്തിന്റെ ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഷിക പരിഗണനയ്ക്ക് തന്നെയാണ് നമ്മൾ എല്ലാ കാലവും നമ്മുടെ പോളിസി. ഇസ്രയേലും പിന്നെ ഈ പാലസ്തീനും തമ്മിൽ അടിയുടങ്ങിയപ്പോൾ എന്താ നമ്മളത് പറഞ്ഞത്? നിരപരാധികളെ കൊന്നൊടുക്കരുത്, അവർക്ക് ആവശ്യമായ മരുന്ന് നമ്മൾ കൊടുക്കുന്നില്ല, പാലസ്തീന് മരുന്ന് കൊടുക്കുന്നില്ല. ഇപ്പോഴീ സംഭവം നമ്മൾ എന്താണ് പറഞ്ഞത്? ഇസ്രയേലിനകത്ത് കയറി അടിച്ചവരെ തിരിച്ചടിക്കാനുള്ള അവകാശം ഇസ്രയേൽ ഉണ്ട് എന്ന് പറയുന്നതോടൊപ്പം തന്നെ പാലസ്തീനിലെ നിരപരാധികളെ കൊല്ലരുതെന്ന് കൂടി നമ്മൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ പാലസ്തീനിലേക്ക് മരുന്ന് കയറ്റി വയ്ക്കുന്നുണ്ട്, ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇസ്രയേലിലും അത് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനുമായിട്ട് നമ്മൾ താലിബാനെ അതിരൂക്ഷമായ രീതിയിൽ വിമർശിക്കുകയും തള്ളിപ്പറയുകയും ചെയ്ത സാഹചര്യത്തിൽ പോലും അവർക്ക് വേണ്ട ഗോതമ്പ്, അവർക്ക് വേണ്ട മരുന്നുകള്, ഇതെല്ലാം നമ്മൾ അവിടെ എത്തിച്ചിരുന്നു. അതിന് പ്രത്യുപകാരമായിട്ട് അവരൊന്ന് പറഞ്ഞ കാര്യം എന്താണ്? താലിബാൻ ഞങ്ങളുടെ മണ്ണ് നിങ്ങളുടെ രാജ്യത്തിനെതിരെ ഉപയോഗിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ടാണ് ഈ ഭീകരന്മാർക്ക് ഈ വലിയ രീതിയിൽ ഇപ്പോൾ അറ്റാക്ക് ഇന്ത്യ ചെയ്യാൻ കഴിയാത്തത്. കാരണം അവിടെ തലപൊക്കി കഴിഞ്ഞാൽ അവന്മാർ കാലവാരി നിർത്തടിക്കും. പിന്നെ അവന്മാർ പോയി വന്നിരിക്കുന്ന സ്ഥലം മുഴുവൻ എവിടെയാണ്? ഈ പാകിസ്ഥാനിലേക്കാണ് വന്നിരിക്കുന്നത്. പാകിസ്ഥാനിലേക്ക് വന്നപ്പോൾ ഈ പടപേടിച്ച് വന്നവന്മാരുടെ അവസ്ഥ, കാരണം അവിടെ ഭീകര സംഘടനകളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സ്ഥിതിയിലേക്കാണ് അവർ നീങ്ങിയിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ അരക്കൻ ആർമിയുടെ കേസും. അരക്കൻ ആർമിയുടെ കേസും നമ്മുടെ ഒരു രാജ്യസഭാ MP നേതൃത്വത്തിൽ 9 അംഗ സംഘം ഈ പറയുന്ന ദേരാ ബുദ്ധിസ്റ്റുകൾ താമസിക്കുന്ന ഏരിയയിൽ പോയി അവരുടെ കഷ്ടപ്പാടും ദുരിതവും കണ്ടറിഞ്ഞ് പഠിച്ച് അവർക്കുള്ള ഭക്ഷണം, മരുന്ന്, വൈദ്യസഹായം അവിടെ ചെയ്യുന്നു. അത് കൂടാതെ തന്നെ മ്യാൻമാറിന്റെ അതിർത്തിയിൽ മിസോറാം അടക്കമുള്ളിടത്ത് നമ്മൾ ടെന്റ് കെട്ടിയിട്ട് ഈ അവിടെ നിന്ന് വരുന്ന ഈ അഭയാർത്ഥികൾ എന്ന് പറയാൻ കഴിയില്ല, ഈ രോഗികളും മറ്റും വരുന്നുണ്ട്. അതിൽ ഗർഭിണികളെയും മറ്റും നമ്മളിവിടെ കൊണ്ടുവന്ന് അവർക്ക് എല്ലാ ശുശ്രൂഷകളും നൽകുന്നുണ്ട്. യുദ്ധത്തിൽ പങ്കെടുത്ത 2 ഗ്രൂപ്പിനും ജുണ്ടയ്ക്കും കൊടുക്കുന്നുണ്ട്. ജുണ്ടയെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, മ്യാൻമാർ ഭരിക്കുന്നു. ജുണ്ടയെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, അരക്കിനെ അംഗീകരിക്കുന്നു. ഇവർ 2 കൂട്ടരിലും പരിക്ക് പറ്റുമെന്ന് നമ്മൾ ചികിത്സിക്കുന്നുണ്ട്. പ്രായമായവർക്ക് ഇപ്പൊ പഴയ പോലല്ല, പണ്ട് നമ്മൾ ഇവരെയൊക്കെ ചികിത്സിച്ച് ഇവിടെ പാർപ്പിക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ അത് ചെയ്യുന്നില്ല. അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ അവരെ
വീണ്ടും തിരിച്ച് അങ്ങോട്ടേക്ക് വിടുകയാണ് ചെയ്യുന്നത്. കാരണം ഇപ്പൊ നമുക്ക് അവരെ കൊണ്ടുവച്ച് താമസിപ്പിക്കാവുന്ന ഒരു സിറ്റുവേഷൻ അല്ലാത്തത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ എതിർക്കുമ്പോൾ തന്നെയും മാനുഷിക പരിഗണന എന്ന് ഭാരതം എക്കാലവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ മൂല്യമുണ്ട്. അതായത് മുറിവേറ്റ് വീഴുന്നവന്റെ അല്ലെങ്കിൽ വേദന കാണുന്നതിന് സഹായിക്കുക എന്നത്. അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് തന്നെയാണ് നമ്മൾ കോവിഡ് കാലത്തും നമുക്ക് മരുന്ന് തരത്തില്ല എന്ന് പലരും പറഞ്ഞപ്പോഴും നമ്മൾ മരുന്നുണ്ടാക്കിയ 60ഓളം രാജ്യങ്ങൾ, അത് പകുതി രാജ്യങ്ങൾ പോലും നമുക്ക് പൈസ പോലും തരാത്ത രാജ്യങ്ങളുണ്ട് അതിന്. അങ്ങനെയുണ്ട്. അത് നമ്മുടെ പോളിസിയാണ്. പോളിസിയിൽ ഒരു വ്യത്യാസവും വരുത്തരുത് എന്നുള്ളതാണ് ഒരു പൗരൻ നിലയിൽ എന്റെ ആഗ്രഹം. അതൊരു പോളിസിയാണ് മാനുഷിക പരിഗണന. അത് ഈ രാജ്യത്തിന്റെ ഒരു സത്വമായിരിക്കാം. നമ്മുടെ പുരാണങ്ങളിലുമൊക്കെ വീണ് കിടക്കുന്നവൻ നമ്മൾ ആക്രമിക്കാറില്ല, അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറാണുള്ളത്. എന്തായാലും ഈ ഇന്ത്യ നടത്തുന്ന ഈ പ്രോക്സി യുദ്ധം അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം അജ്ഞാതരായിട്ടുള്ള ആൾക്കാരെ അയച്ച് ഇന്ത്യ ഞങ്ങളുടെ വീടുകൾ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. പോരാത്തതിന് ബംഗ്ലാദേശിൽ ഇപ്പോൾ അവിടെ പാകിസ്ഥാന് എതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം അരക്കൻ ആർമി നടത്തുന്നു. അരക്കൻ ആർമി അവിടെ സെയിന്റ് മാർട്ടിൻ ദ്വീപ് അടക്കം പിടിച്ചെടുത്തു കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇന്ത്യക്ക് തരാൻ അത് തയ്യാറാണ്. അതായത് ഇന്ത്യക്ക് ആ ദ്വീപ് തരാൻ തയ്യാറാണ്, ലീസിന് തരാൻ തയ്യാറാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇതൊക്കെ ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. 20-ാം തീയതി, അതായത് ജനുവരി 20-ാം തീയതി ട്രംപ് വരാൻ പോകുന്നു. ട്രംപ് വന്നു കഴിഞ്ഞാൽ ട്രംപിന്റെ ഏറ്റവും വലിയ ശത്രുവായി ബംഗ്ലാദേശ് മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം യൂനിസ് അത്ര ഭീകരമായിട്ടാണ് ട്രംപിനെ വിമർശിച്ചുകൊണ്ടിരുന്നത്. അന്ന് പുള്ളി വെറും ഒരു നോബൽ സമ്മാന ജേതാവ് മാത്രമായിരുന്നു. ഇന്ന് കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്നത് പോലെ ബംഗ്ലാദേശിന്റെ ഉപദേഷ്ടാവായി വന്നിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ യൂനിസിനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കി യൂനിസിനെ പ്രസിഡന്റ് ആക്കിയിട്ട് അവിടെ ശരിയാ ഭരണം കൊണ്ടുവരാനായിട്ട് വേറൊരു ടീം ശ്രമിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളെല്ലാം പ്രോക്സി യുദ്ധത്താൽ ശിഥിലമായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ പിന്നിൽ ഇന്ത്യയാണെന്ന് പല ആൾക്കാരും വാദിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യ ഇതിൽ പ്രതികരിച്ചിട്ടുമില്ല. ഇന്ത്യക്ക് ഇതിലൊരു പങ്കുമില്ല. താങ്ക് യു വിജയ്. താങ്ക് യു സോ മച്ച്.